എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് റിവ്യൂ മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള പെരുമാറ്റത്തിൽ ഇന്നു മുതൽ മാറ്റം വരികയാണ്. കൂടുതൽ സമയം നിങ്ങളോടൊപ്പം ചിലവഴിക്കാനായിട്ട് ആ വ്യക്തി തീരുമാനമെടുത്തിരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ഇഷ്ട വ്യക്തിയെക്കുറിച്ച് ഓർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ വെളുത്ത പ്രാവ് ഫയലായി തിരഞ്ഞെടുത്ത റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായിട്ടും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിലൊരു പോസിറ്റീവ് തരംഗം ഉണ്ടായിരിക്കുന്നു. ആ വ്യക്തിയിൽ ഉള്ള ഗുണങ്ങൾ, ആ വ്യക്തിയിലുള്ള നിങ്ങൾക്ക് വേണ്ടതായ ചില ആഗ്രഹങ്ങൾ ഒക്കെ നിങ്ങൾക്കിപ്പോൾ വളരെ കൂടുതൽ ശക്തിയോടെ ഉണ്ടായിരിക്കുന്നു. ആ വ്യക്തിയെ നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നും ആ വ്യക്തിയോടൊപ്പം സമയം ചെലവഴിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ആ വ്യക്തിയിൽ ഒരു പോസിറ്റീവ് തരംഗം ഉണ്ടായിരിക്കുന്നു. നിങ്ങളോടൊത്തുള്ള ജീവിതം ഒരുമിച്ച് കൊണ്ടുപോകണമെന്നും ആ പോസിറ്റീവായിട്ടുള്ള ഒരു തരംഗം ഉണ്ടാകണമെന്നൊക്കെ നിങ്ങൾക്കും ആ വ്യക്തിക്കൊക്കെ തോന്നുമാറായി ജീവിതം മാറിയിരിക്കുന്നു. ജീവിതത്തിലെല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് വന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ജീവിതത്തിലുണ്ടായ വെല്ലുവിളികൾ കൃത്യമായിട്ട് നേരിടാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് രണ്ട് പേർക്കും വന്നിരിക്കുന്നു. മാത്രമല്ല നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജി കൈവന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേരെയും വേണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് ആ വ്യക്തി ഇല്ലാതെയും ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെയും ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നു. അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പോസിറ്റീവ് തരംഗം തന്നെ ഉണ്ടായിരിക്കുന്നു. ആ പോസിറ്റീവ് തരംഗം നിങ്ങളുടെ വ്യക്തിയെ അടുപ്പിക്കുന്ന ഒരു വലിയ ശക്തിയായിട്ട് മാറുകയാണ്. അത് മാറിയിരിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും കൂടുതൽ അടുക്കുന്നു. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും കൂടുതൽ അടുക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. അത് നിങ്ങൾക്ക് വലിയ ശക്തി പ്രദാനം ചെയ്യുന്നു. വലിയ തരത്തിലുള്ള ഒരു ഫലം പ്രദാനം ചെയ്യുന്നു. അങ്ങനെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ മുമ്പൊന്നുമില്ലാത്ത ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ആ വ്യക്തി നിങ്ങളോട് കൂടുതൽ സമയം ചെലവഴിക്കാനും കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാനും ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ പുതിയൊരു അധ്യായം തുറന്ന് തരുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇത്രയും കാലം നിങ്ങൾ എന്താഗ്രഹിച്ചിരുന്നു ആ വ്യക്തിയിൽ നിന്ന് കൂടുതൽ സ്നേഹവും കൂടുതൽ പോസിറ്റീവ് എനർജിയും കൂടുതൽ കളികളും ചിരികളും കൂടുതൽ സന്തോഷവും കൂടുതൽ സൗമ്യഭാവവും നിങ്ങൾക്ക് കൈവരുന്നു. അങ്ങനെ നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷകരമായിട്ട് മാറുന്ന അവസ്ഥയുണ്ടാകും. അതൊരു പോസിറ്റീവ് എനർജി മൊത്തത്തിൽ നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിലുണ്ടാകുന്നു. അത് നിങ്ങൾക്ക് വലിയ തരത്തിലുള്ളൊരു ശക്തി പകരുന്ന രീതിയിലേക്ക് വരുന്നു. നിങ്ങളെ സംബന്ധിച്ച് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിൽ ആ ശക്തിയായി മാറുന്നു. ഒരു പോസിറ്റീവ് എനർജിയുടെ തരംഗം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്നു. ആ തരംഗം നിമിത്തം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കൈവരുന്ന അവസ്ഥ വരുന്നു. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹവും ഇഷ്ടവും കൈവരുന്ന അവസ്ഥ ഉണ്ടാകുന്നു. എല്ലാ പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോകാനുള്ളൊരവസരം ഉണ്ടാകുന്നു. കാരണം ആ വ്യക്തി നിങ്ങൾക്കൊപ്പം ഉണ്ട്. അത് നിങ്ങളിൽ ഏറ്റവും സന്തോഷം പ്രദാനം ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചതാണ് രണ്ടാമത്തെ ഫയൽ. ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചിട്ടും ആ വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാത്തതിൻ്റെ വേദന എന്നുമുണ്ട്. നിങ്ങളെ ശത്രുപക്ഷത്താണ് ആ വ്യക്തി ഇതുവരെ കണ്ടത്. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ആ വ്യക്തിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുകയൊക്കെ ചെയ്തു. പക്ഷേ തിരിച്ചിങ്ങോട്ട് കിട്ടിയത് ശത്രുതാ മനോഭാവമാണ്. ഒരു നല്ല വാക്ക് പോലും ഇതുവരെ കിട്ടാത്തതിൻ്റെ വേദന നിങ്ങളുടെ മനസ്സിലുണ്ട്. എത്രത്തോളം സ്നേഹിച്ചിട്ടും അവഗണനകളും ഫലങ്ങളുമായിരുന്നു നിങ്ങൾക്ക് തിരിച്ചു തന്നത്. ഒരു വിശ്വാസമില്ലായ്മ, അല്ലെങ്കിൽ നന്ദികേട്, സംശയം, അങ്ങനെ ആത്മാർത്ഥമായൊരു ഇഷ്ടത്തിന് എന്തൊക്കെ ഉപദ്രവങ്ങൾ നൽകാൻ കഴിയുമോ അതെല്ലാം മാത്രം തിരിച്ചു നൽകിയൊരവസ്ഥ. വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു.
വലിയൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നു. അത് ഒട്ടും സഹിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. അത് വല്ലാത്തൊരു ദുഃഖമായിട്ട് മാറുകയും ചെയ്യുന്നു. നിങ്ങളെ സംബന്ധിച്ച് സ്നേഹിച്ച ആൾ, ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആൾ വേദനകൾ മാത്രം സമ്മാനിക്കുന്നു. കൂടെ ഉണ്ടാകുമ്പോഴും നിങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ മുന്നോട്ട് പോകുന്നു. അതൊരു വലിയ ദുഃഖമായിട്ട് നിങ്ങളുടെ മനസ്സിൽ മാറുകയാണ്. എന്തുകൊണ്ട് ഇത്രയും സ്നേഹിച്ച എന്നെ ശത്രുവശത്ത് കാണുന്നു? എന്തുകൊണ്ട് എന്നോട് ഒരു മര്യാദ കാണിക്കുന്നില്ല? എന്തുകൊണ്ട് എന്നെ യഥാവിധി സ്നേഹിക്കുന്നില്ല എന്നുള്ള സംശയങ്ങളും ദുഃഖങ്ങളും നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഉണ്ട്. എങ്ങനെ ഇതിനെ മറികടക്കാൻ സാധിക്കും? എങ്ങനെ ഇതിനെ മറികടന്നു പോകാൻ സാധിക്കും? നിങ്ങളുടെ മനസ്സിൽ അതേക്കുറിച്ചുള്ള ചിന്തകളാണ് എപ്പോഴും ഉള്ളത്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്തു പോയൊരു വ്യക്തിയാണ് നിങ്ങൾ. ഈ പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ആ വ്യക്തിയുടെ സ്നേഹം വേണ്ടുവോളം അനുഭവിക്കാൻ നിങ്ങൾക്കിഷ്ടമുണ്ട്. പക്ഷെ അത് ലഭിക്കുന്നില്ല. ആരാണോ ആ സ്നേഹം നിങ്ങൾക്ക് നൽകേണ്ടത്, ആ വ്യക്തി നിങ്ങളെ ശത്രുവശത്ത് കാണുമ്പോൾ അതൊരിക്കലും സാധ്യമാകുകയില്ല. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കാൻ ഇഷ്ടപ്പെടുന്നതും ആ വ്യക്തി നിങ്ങളൊന്ന് മര്യാദക്ക് സ്നേഹിക്കാനായിട്ടാണ്. അതിനുവേണ്ടി ഒരുപാട് കാത്തിരുന്നിട്ടുണ്ട് നിങ്ങൾ. അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജിയുടെ ശക്തിയിൽ, നിങ്ങൾ ആ പോസിറ്റീവ് എനർജിക്ക് മുമ്പിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ശക്തിയിൽ ആ വ്യക്തി തിരിച്ച് നിങ്ങളിലേക്ക് സ്നേഹം കാണിക്കുകയാണ്. ആ വ്യക്തിക്ക് കുറ്റബോധത്തിൻ്റെ വലിയൊരു പർവ്വതം തന്നെ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. കാരണം താൻ ചെയ്തതെല്ലാം തെറ്റായിപ്പോയി. താൻ യഥാർത്ഥത്തിൽ സ്നേഹിക്കേണ്ട വ്യക്തിയെ നിരന്തരമായ ദുഃഖം നൽകിയിരിക്കുന്നു. ഇപ്പോൾ അത് തെറ്റായെന്ന് ആ വ്യക്തിക്ക് തോന്നുന്നു. കാരണം താൻ ഇങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത്. തൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, തന്നോട് ഏറ്റവും കൂടുതൽ അനുഭാവം കാണിച്ചൊരു വ്യക്തിയെ വെറുതെ വേദനിപ്പിച്ചു. അതിനൊരു ന്യായീകരണവും ഇല്ല. നിരന്തരമായി വേദനിച്ചു, പക്ഷേ വേദനിപ്പിച്ചു. എന്നിട്ടും തന്നോട് ആ വ്യക്തിക്ക് എതിർപ്പുണ്ടായില്ല, തന്നോട് ആ വ്യക്തിക്ക് വെറുപ്പുണ്ടായില്ല. ഇപ്പോഴും എൻ്റെ സ്നേഹത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു എന്നുള്ള ഒരവസ്ഥ ആ വ്യക്തിക്ക് വന്നിരിക്കുന്നു. ആ വ്യക്തി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അവിടെയാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത സ്നേഹം നിങ്ങൾക്ക് കിട്ടുന്നു. ഇത്രയും സ്നേഹം ആ മനസ്സിൽ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പോലും നിങ്ങൾ അത്ഭുതത്തോടെ പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അത്രത്തോളം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന അവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിലുണ്ടാകുന്നു. നിങ്ങൾക്കും ആ വ്യക്തിക്കും വളരെ സുഗമമായിട്ട് സന്തോഷത്തോടെ പോകാനുള്ള അവസരം ഉണ്ടാകുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.